ഹലോ എവ്രിവൺ. കഴിഞ്ഞ അപ്പത്തിന്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ കുറുമ കാണിക്കാമെന്ന്. അത് ശരിക്കും എൻ്റെ അമ്മ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കുറുമയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കുറുമയാണിത്. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പവും ചിക്കൻ കുറുമയും നല്ല കോമ്പിനേഷനാണ്. അതേപോലെ ഡിന്നറിനാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയും ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിക്കൻ കുറുമ ഉണ്ടാക്കുക എന്ന്. നമ്മുടെ ചിക്കൻ കുറുമയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1 കിലോ, അത് ചെറിയ പീസായിട്ട് നമ്മുടെ കറി പീസായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ സവോള 4 മീഡിയം സൈസ് സവോള. അത് നിങ്ങളുടെ സവോളയുടെ സൈസ് അനുസരിച്ചിട്ട് വേണം, കൂടാൻ പാടില്ല. കൂടിയാൽ നമ്മുടെ കറി മധുരിക്കും. അതുകൊണ്ട് ചെറിയ മീഡിയം സൈസ് 4 എണ്ണം, അഥവാ വലിയ സവോളയാണെങ്കിൽ അത് 3 എണ്ണം എടുത്താൽ മതി. പിന്നെ ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 2 അല്ലി. ഇതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് നീട്ടി അരിഞ്ഞതാണ്. പച്ചമുളക് 4 എണ്ണം, പിന്നെ 1/2 ടൊമാറ്റോ, കറിവേപ്പില ആവശ്യത്തിന്, ഗരം മസാലയില് സിനമൺ 1 സ്റ്റിക്ക്, ഏലക്ക 3 എണ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, കുരുമുളക് 1 ടീസ്പൂൺ, ജാതിപത്രി ഒരു ചെറിയൊരു കഷ്ണം, പെപ്പർ പൗഡർ 1.5 ടീസ്പൂൺ. അത് എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ തേങ്ങ ഗ്രേറ്റ് ചെയ്തത് ഒരു പിടി, നമ്മുടെ കൈയുടെ 1 പിടി തേങ്ങ. കാഷ്യൂനട്ട് അതേപോലെ തന്നെ 1 പിടി. അത് കാഷ്യൂനട്ട് കുറച്ച് കൂടുതൽ അരച്ചാലും കുഴപ്പമില്ല. അതിൻ്റെ ആ ടേസ്റ്റ്, കാഷ്യൂനട്ടിൻ്റെ ടേസ്റ്റ് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് വരാൻ പോണത്. ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് തേങ്ങയും കാഷ്യൂനട്ടും കൂടെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തേങ്ങാപ്പാല്, തിക്കായിട്ടുള്ള തേങ്ങാപ്പാല് 1 കപ്പ്, 250 ml ഗ്ലാസിൻ്റെ 1 കപ്പ്. പിന്നെ മല്ലിയില 1 കൈക്കുമ്പിളും ഫുള്ള്. ഇനി നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ മുമ്പ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പം വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞില്ല. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് എണ്ണയാണെങ്കിലും, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണേ. ഇപ്പം പാൻ ഒന്ന് ചൂടായി, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ പീസ് ഒന്ന് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് പെപ്പർ പൗഡറും, പിന്നെ കുറച്ച് ഉപ്പും. ഇത്ര ഇട്ടിട്ട് നമ്മളിതൊന്ന് വഴട്ടണം. അധിക നേരം ഒന്നും വേണ്ട. ജസ്റ്റ് ഈ ചിക്കൻ ഒന്ന് ഈ മഞ്ഞളിലൊക്കെ പിടിച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കണം. ഇങ്ങനെ വഴട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മളിതൊന്ന് വഴട്ടിയെടുത്തു. ഇനി ഇത് മാറ്റി വെക്കാം. വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതല്ലെങ്കിൽ ഏതാ എണ്ണ എന്ന് വെച്ചാൽ ചേർത്ത്, എണ്ണ ഒന്ന് ചൂടായി, അതിലേക്ക് നമ്മുടെ ഗരം മസാലകൾ എല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കണം. ഇതൊന്ന് മൂത്ത മണം വരുമ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാൻ പാടില്ല. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് സവോളയും പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. മല്ലിയില അധികം ആവരുത്. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ അത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടു. ഇനിയും ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ, 1/2 ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ നമ്മൾ 2 മിനിറ്റോളം വഴറ്റി, ഇതെല്ലാം നല്ലോണം വഴണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനിയും ഇതിലേക്ക് ബാക്കി പെപ്പർ ഇപ്പോൾ ചിക്കനിൽ കുറച്ച് ഇട്ടിട്ടുള്ളൂ. 1 ടീസ്പൂൺ പെപ്പർ, പിന്നെ
ഇത് ഞാൻ നമ്മുടെ കാഷ്നട്ടും തേങ്ങ ഗ്രേറ്റ് ചെയ്തതും കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. കാഷ്നട്ട് അരയ്ക്കുന്നത് ടേസ്റ്റിനും അതേപോലെ നമ്മളുടെ കറി നല്ല കുറുകിയിരിക്കാനുമായിട്ടാണ്. തിക്ക് ഗ്രേവി ആയിട്ടായിരിക്കും നമ്മുടെ കുറുമ ഉണ്ടാവുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയും ചിക്കൻ ഒന്ന് വഴട്ടിയൊക്കെ എടുത്തിട്ടില്ലായിരുന്നോ, അതും കൂടി ഇതിനകത്തേക്ക് ഇടുക. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എരിവൊന്നും നമ്മൾ നോക്കണം. കാരണം നമ്മൾ പച്ചമുളകും പിന്നെ കുരുമുളകും മാത്രമല്ലേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ, മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. അഥവാ കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുക, കാരണം ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഇപ്പം കാഷ്നട്ട് ചേർത്തുകൊണ്ട് നമ്മളുടെ കറി ഇങ്ങനെ കുറുകി വരും, അതാ കുറച്ച് വെള്ളം കൂടെ ചേർത്തത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചിക്കൻ വേവണത് വരെ വെയിറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ചിക്കനൊക്കെ വെന്തു, നല്ല കുറുകി ഇരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ, 1 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചതും കൂടെ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് 1-ാം പാലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തിളപ്പിക്കേണ്ട, ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ചൂടാവും. കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും ഇത്രയും കൂടെ തൂവി നമുക്കിതൊന്നിട്ട് അടച്ചു വെക്കുക. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ചിക്കൻ കുറുമ ഇവിടെ റെഡി. ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതേപോലെ ഇടിയപ്പം, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ അപ്പം കാണിച്ചായിരുന്നു. ആ അപ്പത്തിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കുറുമ ഒന്ന് സെർവ് ചെയ്യാം. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കറി ആൻഡ് സ്പൈസസ് രഞ്ജു സോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.